കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. തിരുവേഗപ്പുറ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കാൻ ബജറ്റ് നിർദ്ദേശം. ഇതിനായി 20 ലക്ഷം രൂപ വകയിരുത്തി. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ജൂണിൽ തന്നെ വാടക കെട്ടിടത്തിൽ സെന്റർ തുടങ്ങാനും 1 വർഷത്തിനകം സ്വന്തം സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കാനും വൈസ് പ്രസിഡന്റ് കാഞ്ചന രാഗേഷ് അവതരിപ്പിച്ച ബജറ്റ് നിർദ്ദേശിക്കുന്നു. ബജറ്റ് വരവ് ജനറൽ പർപ്പസ് ഗ്രാന്റ് 2,37,12,000. വികസന ഫണ്ട് ജനറൽ 2,55,04,000. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 90,65,000. പ്രത്യേക ഘടക പദ്ധതി 93,74,000. മെയിൻ്റനൻസ് ഗ്രാന്റ് റോഡ് 1,82,40,000. മെയിൻ്റനൻസ് ഗ്രാന്റ് നോൺ റോഡ് 62,72,000. ആകെ ബജറ്റ് 9,21,77,000. ഭിന്നശേഷി ഉല്ലാസയാത്രയ്ക്ക് 2 ലക്ഷം രൂപയും കലാമേളയ്ക്ക് 1 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കരുതൽ ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾ, സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് 25 ലക്ഷം രൂപയും നീക്കിവെച്ചു. ഫോക്ലോർ പാർക്ക് പുനർനിർമ്മിച്ച് തുറന്നുകൊടുക്കുമെന്നും കുട്ടികൾക്ക് ചെമ്പ്രയിൽ നിർമ്മാണത്തിലുള്ള പാർക്ക് പൂർത്തിയാക്കുമെന്നും നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഉപയോഗിക്കാവുന്ന മൾട്ടിപർപ്പസ് സ്റ്റേഡിയമായി ഉയർത്തുമെന്നുമാണ് മറ്റു സുപ്രധാന പ്രഖ്യാപനങ്ങൾ. വനിതകൾക്ക് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്ററിനായി 15 ലക്ഷം രൂപയും മുതിർന്ന പൗരന്മാർക്ക് വികസനക്ഷേമത്തിനായി 10 ലക്ഷം രൂപയും സ്മാർട്ട് അംഗനവാടികൾക്ക് 10 ലക്ഷം രൂപയും ഹരിതകർമ്മസേനയ്ക്ക് വാഹനം വാങ്ങാൻ 15 ലക്ഷം രൂപ, എല്ലാ വാർഡിലും മിനി MCF സ്ഥാപിക്കാൻ 20 ലക്ഷം രൂപ, ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ച് പഞ്ചായത്ത് ഗ്രൗണ്ട് സ്പോർട്സ് പാർക്കായി ഉയർത്താൻ 13 ലക്ഷം, മാനാമ്പ്ര കുളക്കാട്ടുകുളം നവീകരണത്തിന് 30 ലക്ഷം എന്നിങ്ങനെയും നീക്കിയിരിപ്പുണ്ട്. വിളത്തൂർ ALP സ്കൂൾ, മാനാമ്പ്ര റോഡ് പാലം പുനർനിർമ്മാണം, PHCയുടെ ആധുനികവൽക്കരണം, കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ തുടങ്ങിയവയും നിർദ്ദേശിക്കുന്ന ബജറ്റ് 35,16,16,146 രൂപ വരവും 34,78,20,000 രൂപ ചിലവും 90,96,146 രൂപ മിച്ചവും കാണിക്കുന്നു. പ്രസിഡന്റ് KK അസീസ് ബജറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.